പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എല്ലാരും ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നോക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും. പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പടച്ചോനെ നിനക്ക് നിറം കറുപ്പാണല്ലോ അല്ല, ബ്ലാക്ക് ആണല്ലോ അല്ല. പലരും വന്ന് പെണ്ണ് നോക്കും, എങ്ങനുണ്ട്, പെണ്ണൊക്കെ കൊള്ളാം, പക്ഷെ നിറവിത്തിരി കുറവാ. ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഗ്ലാമർ നോക്കി. ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗ്ലാമർ നോക്കി കെട്ടരുത് മോനെ. ഗ്ലാമർ മാത്രം നോക്കിയിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട്. പക്ഷേ നമുക്ക് അള്ളാഹ് ആരാന്നറിയാവോ, ദീൻ എന്തെന്നറിയോ, നിസ്കാരം എന്തെന്നറിയോ അറിയില്ല. അങ്ങനെ ഉള്ളവളെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ വലിക്കണ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞതാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ദീനില്ലാത്ത ഗ്ലാമർ ഉള്ള പെണ്ണിനെ കെട്ടണ്ട. കാരണം എന്തേ? സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പള്ളിയിലെ ഖതീബിനോട് ചോദിച്ചാൽ അറിയാം, എന്റെ പ്രിയപ്പെട്ടവരെ മസ്ലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടെന്നറിയും. വല്ലാത്ത അത്ഭുതം. ഇന്നലെ എന്റെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. 55